ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. അപ്പം നമ്മളിനി രണ്ടാമത്തെ പാഠമാണ് ക്യാപ്സ്യൂളായിട്ട് സിമ്പിളായിട്ട് എക്സാമിലേക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം ഇൻക്ലൂഡ് ചെയ്ത് നോക്കുന്നത്. നമ്മുടെ ലക്ഷ്യം ബിസിനസ് സ്റ്റഡീസിന് 48 മാർക്സ് ആണ്. അതിന് രണ്ടാമത്തെ പാഠമാണ് നോക്കുന്നത്. കഴിഞ്ഞു പോകുന്ന പാഠങ്ങളുടെ ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതാത് സമയം അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് അത് നോക്കിയാൽ മതി. എല്ലാ ചാപ്റ്റേഴ്സിനും ലിങ്ക് നിങ്ങൾക്ക് കിട്ടും. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് പാസ് മാർക്ക് ഉദ്ദേശിക്കുന്നവർ മാക്സിമം ഇതിൽ നിന്ന് 2 ടോപ്പിക്സ് ആണ് പഠിക്കേണ്ടത്. ഒന്നെന്ന് പറയുന്നത് സയന്റിഫിക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസും, രണ്ടാമതെന്ന് പറയുന്നത് ഹെൻറി ഫയോളിന്റെ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റും. മെയിൻ ആയിട്ട് നിങ്ങൾ അത് പഠിക്കുക. എല്ലാം കൂടി പഠിക്കാൻ നമുക്കിനി ടൈം ഇല്ല. ഓക്കെ, അപ്പൊ സയന്റിഫിക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ്, സയന്റിഫിക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഉണ്ട്, സയന്റിഫിക് മാനേജ്മെന്റ് ടെക്നിക്സ് ഉണ്ട്. അപ്പൊ രണ്ടും മാറിപ്പോകരുത്. സയന്റിഫിക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ആദ്യത്തെ നോക്കാം. സയൻസ് നോട്ട് റൂൾ ഓഫ് തം. സിമ്പിൾ ആണ് അതിന്റെ എക്സ്പ്ലനേഷൻ. FW ടൈലർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓരോ ജോലി ചെയ്യുമ്പോഴും നമ്മൾ സയന്റിഫിക് ആയിട്ട് വേണം ചെയ്യാൻ. റൂൾ ഓഫ് തമ്പ് യൂസ് ചെയ്യരുത്. നിങ്ങൾ അത്ര എഴുതി വെച്ചാൽ മതി അതിന്റെ എക്സ്പ്ലനേഷൻ, കേട്ടോ. രണ്ടാമത്തേത് ഹാർമണി നോട്ട് ഡിസ്കോർഡ്. ഹാർമണി എന്ന് വെച്ചാൽ എന്താ? എല്ലാവരും ഒന്നിച്ചു പോകണം. അപ്പോൾ FW ടൈലർ എന്താ പറയുന്നത്? മാനേജ്മെന്റും വർക്കേഴ്സും ഒത്തൊരുമിച്ച് പോകണം. അവർ തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. മൂന്നാമത്തേത് കോപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസം. നേരത്തെ പറഞ്ഞതിന്റെ ബാക്കി തന്നെയാണ്. അതായത് മാനേജ്മെന്റും വർക്കേഴ്സും തമ്മിൽ കോപ്പറേഷൻ ആണ് വേണ്ടത്. ഒറ്റയ്ക്ക് നിൽക്കല്ല വേണ്ടത്. അത്ര എഴുതിയാൽ മതി മക്കളെ. നിങ്ങൾ അത്ര എഴുതിയാൽ മതി. പഠിച്ചിട്ട് പോയിന്റ് പഠിക്കുക, എക്സ്പ്ലനേഷൻ ഒരു വരി അങ്ങോട്ട് എഴുതി വയ്ക്കുക. ദെൻ നാലാമത്തേത് ഡെവലപ്മെന്റ് ഓഫ് ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ടു ഹിസ് ഓർ ഹർ ഗ്രേറ്റസ്റ്റ് എഫിഷ്യൻസി ആൻഡ് പ്രോസ്പെരിറ്റി. മാനേജ്മെന്റ് എപ്പോഴും എന്ത് ചെയ്യണം? ഒരു വ്യക്തി അയാളുടെ മുഴുവൻ പൊട്ടൻഷ്യലും ഓർഗനൈസേഷന് വേണ്ടി അയാൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അവരെ ട്രെയിൻ ചെയ്തെടുക്കണം. അത്ര ഉള്ളൂ അതിന്റെ പ്രിൻസിപ്പിൾസ്. ഇനി അടുത്തതാണ് ടെക്നിക്സ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്. 3 കാര്യങ്ങൾ പഠിക്കണം ഈ ചാപ്റ്ററിൽ നിന്ന്. പ്രിൻസിപ്പിൾസ്, ടെക്നിക്ക്, ദെൻ ഹെൻറി ഫയോളിന്റെ 14 പ്രിൻസിപ്പിൾസ്. അപ്പൊ ടെക്നിക്സിൽ ആദ്യത്തേതാണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് ചോദിക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു ഫ്ലോ ചാർട്ട് വരച്ചു വെച്ചാൽ നിങ്ങൾക്ക് അതിന് മാർക്കായി. ചിലപ്പോൾ അത് സെപ്പറേറ്റ് 4 മാർക്കിനും ചോദിക്കും. അപ്പൊ ഇതിൽ ഫാക്ടറി മാനേജറിന്റെ കീഴിൽ പ്ലാനിങ് ഇൻചാർജ്, പ്രൊഡക്ഷൻ ഇൻചാർജ് എന്ന് പറഞ്ഞ 2ആയിട്ട് തരം തിരിച്ചിട്ടുണ്ട്. ഈ 2 പേരുടെയും കീഴിൽ 4 പേര്, അങ്ങനെ ടോട്ടൽ 8 പേര് ചേർന്നിട്ടാണ് ഒരു വർക്ക്മാനെ സൂപ്പർവൈസ് ചെയ്യേണ്ടത് എന്നാണ് ആര് പറയുന്നത്? ഈ സയന്റിഫിക് മാനേജ്മെന്റ് ടെക്നിക്കിൽ ഫങ്ഷണൽ ഫോർമാൻഷിപ്പിൽ പറയുന്നത്. ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക് എന്ത് ചെയ്യും? അവർക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് എല്ലാം കൊടുക്കും. റൂട്ട് ക്ലർക്ക് എന്ത് ചെയ്യും? അവർക്ക് വേണ്ട ജോലി ചെയ്തു പോകേണ്ട റൂട്ട് പറഞ്ഞു കൊടുക്കും. ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക് ടൈം ആൻഡ് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഡിസിപ്ലിനറിയൻ അവിടെ ഡിസിപ്ലിൻ ഉറപ്പ് വരുത്തും. സ്പീഡ് ബോസ് ആണെന്നുണ്ടെങ്കിൽ വർക്കിന്റെ സ്പീഡ് കറക്റ്റ് ആയിട്ട് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ച് സ്പീഡോട് കൂടിയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ റെഡിയാക്കും. ഗ്യാങ് ബോസ് ആണെന്നുണ്ടെങ്കിൽ അവർ വരുമ്പോൾ തന്നെ അവർക്ക് ജോലി ചെയ്യാൻ പാകത്തിന് മെഷീനറി മെറ്റീരിയൽ ഒക്കെ റെഡിയാക്കി വെക്കും. റിപ്പയർസ് ബോസ് അവിടുത്തെ റിപ്പയർസ് എല്ലാം സെറ്റപ്പ് ചെയ്യും. ഇൻസ്പെക്ടർ ആണെന്നുണ്ടെങ്കിൽ വർക്കിന്റെ ക്വാളിറ്റി ഇൻസ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ അതിന്റെ ഫുൾ എക്സ്പ്ലനേഷൻ പഠിച്ചില്ല എന്നുണ്ടെങ്കിലും ആ ഒരു പിക്ചർ വരച്ചു വെച്ചേക്കാം. രണ്ടാമത്തത് സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ. സ്റ്റാൻഡർഡൈസേഷനിൽ പറയുന്നത് എല്ലാ കാര്യത്തിനും സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യണം. ടൈം, പ്രോഡക്റ്റ്, മെഷീനറി, മെത്തേഡ് എല്ലാത്തിനും സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുക. അത്രേ ഉള്ളൂ അത്. സിംപ്ലിഫിക്കേഷനിൽ എന്താ പറഞ്ഞത്? അൺനെസറി ആയിട്ടുള്ള, അനാവശ്യമായിട്ടുള്ള ഡൈവേഴ്സിറ്റിയിലേക്ക് പോകാതെ സിംപ്ലിഫൈ ചെയ്ത് വെക്കാം. അപ്പൊ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെലവ് കുറയ്ക്കാൻ പറ്റും. അത്രേ ഉള്ളൂ. മൂന്ന് മെത്തേഡ് സ്റ്റഡി. എന്തിനു വേണ്ടിയിട്ടാ? ഒരു ജോലി ചെയ്ത് തീർക്കാനുള്ള ഏറ്റവും നല്ല മെത്തേഡ് കണ്ടുപിടിക്കാൻ. മോഷൻ സ്റ്റഡി എന്തിനു വേണ്ടിയിട്ടാ? ഒരു സ്ഥാപനത്തിൽ നടക്കുന്ന മൂവ്മെന്റ്സ് എല്ലാം പഠിച്ചിട്ട് അതിൽ നിന്ന് ആവശ്യമില്ലാത്തത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ടൈം സ്റ്റഡി എന്തിനാ? ഒരു ജോലി ചെയ്ത് തീർക്കാൻ വേണ്ട എഫിഷ്യന്റ് ആയിട്ട് എത്ര ടൈം വേണമെന്ന് കണ്ടുപിടിക്കാൻ, അതിലൂടെ എഫിഷ്യന്റ് വർക്കറിനെയും ഇൻഎഫിഷ്യന്റ് വർക്കറിനെയും തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. ഫറ്റീഗ് സ്റ്റഡി എന്തിനാ? ഒരു ജോലി ചെയ്ത് തീർക്കുമ്പോൾ എപ്പോഴൊക്കെ ഇന്റർവെൽ വേണം, എന്തുമാത്രം സമയം ഇന്റർവെൽ കൊടുക്കണം എന്നൊക്കെ തീരുമാനിക്കാൻ. ഡിഫറൻഷ്യൽ പീസ് വേജ് സിസ്റ്റം എന്തിനു വേണ്ടിയിട്ടാണ്? ഇവിടെ 2 വേജ് റേറ്റ് ആണ് ഉണ്ടാകുക. ഹയർ റേറ്റും ഉണ്ടാകും, ഒരു ലോവർ റേറ്റും ഉണ്ടാകും. നന്നായിട്ട് പണിയെടുക്കുന്ന ആൾക്ക് ഹയർ റേറ്റിൽ കൊടുക്കും, എഫിഷ്യന്റ് അല്ലാത്ത ആൾക്ക് ലോവർ റേറ്റിൽ കൊടുക്കും. നിങ്ങൾ CMA ക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കും. 80%, 120% എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു റേറ്റ് ഒക്കെ വെച്ചിട്ട് പഠിക്കും. അത് നിങ്ങൾക്ക് ഇപ്പോൾ ആവശ്യമില്ല. ദെൻ അതാണ് അവിടെ വരുന്നത്. ദെൻ ഹെൻറി ഫയോളിന്റെ 14 പ്രിൻസിപ്പിൾസ് കൂടി പഠിച്ചാൽ മതി. ആദ്യത്തേതിൽ എന്താണ്? ഡിവിഷൻ ഓഫ് വർക്ക്. ആ പിക്ചർ ഓർത്താൽ മതി. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ പിക്ചർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പിക്ചർ ഓർക്കുക. അതായത് സ്മോൾ ടാസ്ക് ആയിട്ട് ഡിവൈഡ് ചെയ്യുക, ഓരോരുത്തർക്ക് കൊടുക്കുക. അപ്പോൾ അവർ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നതിലൂടെ അവർക്ക് അതിൽ സ്പെഷ്യലൈസേഷൻ വരും. രണ്ടാമത്തേത് അതോറിറ്റി ആണ് റെസ്പോൺസിബിലിറ്റി. അതോറിറ്റി എന്ന് വെച്ചാൽ എന്താ? പവർ, അല്ലെങ്കിൽ ഓർഡർ ഇടാനുള്ള പവറാണ്. റെസ്പോൺസിബിലിറ്റി എന്ന് വെച്ചാൽ പറഞ്ഞ പണി ചെയ്ത് തീർക്കാനുള്ള ലൈബിലിറ്റിയാണ്. ഇത് രണ്ടും നമ്മളൊരു ബാലൻസ് വേണം. അങ്ങനെ എഴുതി വെച്ചാൽ മതി. ഡിസിപ്ലിൻ, ഒരു ഓർഗനൈസേഷന്റെ റൂൾസും എല്ലാം ഫോളോ ചെയ്ത് അവിടെ ഒരു ഡിസിപ്ലിൻ ഉറപ്പ് വരുത്തണം. എന്നാലും ഓർഗനൈസേഷൻ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ. യൂണിറ്റി ഓഫ് കമാൻഡ്,
ഒരു എംപ്ലോയി ഒരു സുപ്പീരിയറുടെ അടുത്തുനിന്ന് മാത്രമാണ് സുപ്പീരിയർ അടുത്തുനിന്ന് മാത്രമേ ഇൻസ്ട്രക്ഷൻസ് സ്വീകരിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അവിടെ കൺഫ്യൂഷൻ വരും. യൂണിറ്റി ഓഫ് ഡയറക്ഷനിൽ പറയുന്നത് എല്ലാവരും വൺ ഹെഡ് വൺ പ്ലാൻ, അതാണ് നിങ്ങളുടെ ആൻസറിൽ വരുന്നത്. വൺ ഹെഡ് വൺ പ്ലാൻ അനുസരിച്ചിട്ട് വേണം മൂവ് ചെയ്യാൻ. സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്, അതായത് ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള നിങ്ങളുടെ ഇൻട്രസ്റ്റിന് താല്പര്യം കൊടുക്കുന്നതിനേക്കാളും ഓർഗനൈസേഷന്റെ ഗോളിനായിരിക്കണം നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ദെൻ റെമ്യൂണറേഷൻ ഓഫ് എംപ്ലോയീസ്, അറിയാലോ എംപ്ലോയീസിന് വേതനം കൊടുക്കുമ്പോൾ ഫെയർ ആയിരിക്കണം, ജസ്റ്റ് ആയിരിക്കണം, ഇക്വിറ്റബിൾ ആയിരിക്കണം, ഡിസ്ക്രിമിനേഷൻ ഒന്നും കാണിക്കരുത്. സെൻട്രലൈസേഷൻ ആണ് ഡിസെൻട്രലൈസേഷൻ. സെൻട്രലൈസേഷൻ എന്ന് വെച്ചാൽ കുറച്ച് പേര് മാത്രം തീർന്ന് ടോപ്പ് അതോറിറ്റി മാത്രം എടുത്ത് തീരുമാനം എടുക്കുന്നതാണ് സെൻട്രലൈസേഷൻ. ഡീസെൻട്രലൈസേഷൻ എന്ന് വെച്ചാൽ എല്ലാ ലെവലിലെ ആളുകളും കൂടി ചേർന്നിട്ട് തീരുമാനം എടുക്കുന്നതാണ്. പ്യൂർലി സെൻട്രലൈസ്ഡും പ്യൂർലി ഡീസെൻട്രലൈസ്ഡും നല്ലതല്ല, ഇതിനിടയ്ക്ക് ഒരു ബാലൻസ് വേണം. ദെൻ സ്കലാർ ചെയിൻ. സ്കലാർ ചെയിൻ എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷനിൽ ഫോർമാലിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ആരോട് വേണമെങ്കിലും പോയി സജഷൻ കൊടുക്കാനോ ഫീഡ്ബാക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ കൊടുക്കാനോ ഒന്നും പറ്റില്ല. അതൊരു ഒരു ഹയറാർക്കി ഒരു ഓർഡറിലാണ് പോകുന്നത്, ഹയർ അതോറിറ്റി ടു ലോവർ എന്നുള്ള രീതിയിൽ. അപ്പോൾ എന്നിട്ട് നിങ്ങൾ ഈ ഒരു ഫിഗറും വരയ്ക്കുക, എന്നിട്ട് എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇവർക്ക് നേരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ആ ഷോർട്ട് സർക്യൂട്ടിനെയാണ് ഗ്യാങ് പ്ലാൻ എന്ന് പറയുന്നതെന്ന് എഴുതി വെക്കുക. ദെൻ ഓർഡർ. ഒരു സ്ഥാപനമാകുമ്പോൾ എന്തിനും എല്ലാത്തിനും, മനുഷ്യനും സാധനങ്ങൾക്കും മെറ്റീരിയലിനും ഒക്കെ ഇതിനും ഓർഡർ വേണം. ഇക്വിറ്റി, എല്ലാവരും ഒരേപോലെ കാണും, ഡിസ്ക്രിമിനേഷൻ ഒന്നും പാടില്ല. സ്റ്റെബിലിറ്റി ഓഫ് പേഴ്സണൽ, എംപ്ലോയീസിനെ അപ്പപ്പോൾ എന്ത് ചെയ്യരുത്, അവരുടെ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടുകൊണ്ടിരിക്കരുത്, അവർക്ക് അവിടെ അഡ്ജസ്റ്റ് ആകാൻ കുറച്ച് സമയം കൊടുക്കണം. ദെൻ ഇനീഷ്യേറ്റീവ്, എംപ്ലോയീസ് എപ്പോഴും അവർ ഇനീഷ്യേറ്റീവ് എടുത്ത് മുന്നോട്ടേക്ക് വന്ന് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അവരെന്ത് ചെയ്യണം, എപ്പോഴും മാനേജ്മെന്റ് പ്രോത്സാഹിപ്പിക്കണം. ദെൻ എസ്പെറേറ്റ് ഡീകോപ്സ്, അതായത് ഒരു ടീം സ്പിരിറ്റ് വേണം, മാനേജ്മെന്റും വർക്കേഴ്സും ഒന്നിച്ച് നിൽക്കണം, ഒരേപോലെ നിൽക്കണം. ഇത്രയേ ഉള്ളൂ. പോയിന്റ് പഠിക്കുക, എക്സ്പ്ലനേഷൻ ആ പോയിന്റിൽ നിന്ന് തന്നെ ഉണ്ടാക്കി എഴുതുക. സെറ്റാണ്, സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഈ ചാപ്റ്ററും പഠിച്ചു തീർക്കാൻ പറ്റും. സോ ഈ ചാപ്റ്റർ നമ്മൾ 7 മിനിറ്റ്സിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോ അടിപൊളിയാണോ താഴെ കമന്റ് ചെയ്യുക. വേറെ ഏത് വീഡിയോ വേണ്ടെന്നും താഴെ കമന്റ് ചെയ്യാം കേട്ടോ. താങ്ക് യു.